ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എങ്ങനെ വർത്താനം? നല്ല വർത്താനമല്ലേ? കോമെൻറ്റ് ചെയ്യ്. അപ്പോൾ ഞാൻ ഇന്ന് ജാംജു മാർട്ട് വ്ളോഗാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വ്ളോഗ് മേലാട്ടൂരിലുള്ള ജാംജു മാർട്ടിക്ക് പോയി. ഈ ജാംജു മാർട്ടിൽ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഈ കുട്ടികൾ കളിച്ചിന് പാർക്കുണ്ടാവും, പിന്നെ ഫുഡ് കോർട്ടും ഉണ്ട് ഇതിൻ്റെ പുറത്ത്, പിന്നെ ഹൈപ്പർ മാർക്കറ്റ് ആസ് യൂഷ്വൽ ഉണ്ട്. ഫസ്റ്റ് കുട്ടികൾ കളിച്ചിന് പാർക്കിലേക്ക് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് 100 rupees പേ ചെയ്യണം. 2 കുട്ടികളല്ലേ, അപ്പോൾ കുട്ടികൾക്ക് 2 പേർക്ക് 200 പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കുട്ടികളിനെ ഉള്ളിക്കാക്കി ചെറുപ്പൂരിട്ട് കുട്ടികൾ പോകണം കളിച്ചാൽ. അപ്പോൾ കാണാൻ നല്ല ഭംഗി. രാത്രി സമയത്താണ് കാണാൻ നല്ല രസം. അപ്പുറത്ത് തന്നെ പുഴ ഉണ്ടാവും, പുഴ അടുത്തന്നെ ഈ പാർക്ക്. അങ്ങനെയാണ്. അപ്പോൾ ആ വാട്ടർ സൗണ്ട് ഇതൊക്കെ നല്ല ഭംഗി. അപ്പോൾ കുട്ടികൾ കളിച്ചിന് കുറേ സാധനങ്ങളുണ്ട്. കുറച്ചല്ല, ഹൈജീനുണ്ട്. നമ്മൾ വേറെ നോർമൽ പാർക്കിൽ ഇതൊക്കെ കുറേ പൊടി അത് ഇത് ഉണ്ടാവില്ലേ, അങ്ങനെയല്ല. ഇതിൽ ഹൈജീനുണ്ട്, പിന്നെ കാണാൻ രസമുണ്ട്. അപ്പോൾ നമ്മൾക്ക് വലിയ ആൾക്കാർക്ക് പോകാൻ പറ്റും. വലിയ ആൾക്കാർക്ക് പോയി അവിടെ ചെയർസ് ബെഞ്ചസ് ഇതൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കണമെങ്കിൽ 20 rupees ടിക്കറ്റ് വാങ്ങണം. വലിയ ആൾക്കാർക്കായാൽ 20 rupees, ചെറിയ ആൾക്കാർക്കായാൽ ചെറിയ കുട്ടികൾക്കായാൽ 100 rupees പെർ ഹെഡ്. അപ്പോൾ ഇതൊക്കെ നോക്കാം. ഈ കുട്ടികൾക്ക് അതിലേക്ക് കയറിയാൽ കുറേ നേരം പുറത്തേക്ക് ഇറങ്ങൂല. എത്ര സമയമായാലും നമുക്ക് കളിക്കാൻ പറ്റും. നോർമലി ഷോപ്പിംഗ് മാൾസിൽ ഇവിടെയൊക്കെ 1 hour അല്ലേ സമയം, പക്ഷേ ഇതിൽ എത്ര സമയം വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ഈവനിങ് തന്നെ ഓപ്പൺ ആവും, 4:30 അങ്ങനെ ഓപ്പൺ ആവും. 4 o'clock കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആവും. അപ്പോൾ അവിടെ അത് മുതൽ രാത്രി 9 o'clock വരെ ഉണ്ടാവും. 9 ആ സമയം 9-9:30 അങ്ങനെ അതുവരെ നമുക്ക് കളിക്കാൻ പറ്റും. അതുവരെ ഈ കുട്ടികൾ കളിച്ചിരുന്നു. പുഴ പറഞ്ഞില്ലേ, അപ്പുറത്തെ ഇതന്നെ ആ പുഴ. നോക്കാം, പുഴ കാണാൻ പറ്റും നമുക്ക്. അതെ, അവിടെ ഇരുന്നിങ്ങാണ്ട് പുഴേൻ്റെ അടുത്ത് ഇരുന്നിങ്ങാണ്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ഫുഡ് കോർട്ടിലേക്ക് പോവാം. ഫുഡ് കോർട്ടിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ആൾക്കാർ കൂടെ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ഉള്ള സ്റ്റാള് ദോശ സ്പോട്ട്. ഇതിൽ ആരുമില്ല, അപ്പോൾ ആരുമില്ല ഞാൻ പോയപ്പോൾ. പിന്നെ കുറേ ഇനി ഫലൂദ, പിന്നെ ഐസ്ക്രീം സ്റ്റാള്, പിന്നെ ബ്രോസ്റ്റ് ബർഗർ ഇതൊക്കെ കിട്ടുന്ന ആ സ്റ്റാള് ഈ കുറേ ഉണ്ട്. പിന്നെ ആവുൽ മിൽക്ക് കിട്ടുന്നത്, ജ്യൂസ് ബാർ ഇത്, പിന്നെ എൻ്റെ ഫേവറേറ്റ് പാനിപ്പൂരി സ്പോട്ട് കൂടെ ഉണ്ട്. പിന്നെ ആവുൽ മിൽക്ക് സ്പോട്ട്, പിന്നെ സ്നാക്സ്, കഴിക്കാൻ സ്നാക്സ് ഒക്കെ കിട്ടും, പല വിധത്തിലുള്ള സ്നാക്സ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, ഓൺലി ആ ചിക്കൻ റോള് പഴംപൂരി അല്ലാതെ. പാനിപ്പൂരിൻ്റെ ഒപ്പം അതെ ഇനി കുറേ അവിടെ ഇല്ലേ ലിസ്റ്റ്, അതൊക്കെ ഉണ്ടാവും. പിന്നെ അവൽ മിൽക്കിൽ കുറേ ടൈപ്സ് അവൽ മിൽക്ക്. ഇതെനിക്ക് ഫേമസ് അവൽ മിൽക്ക് സ്പോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ആദ്യം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഉള്ളിൽ നോർമൽ മാതിരി ഈ ഡിറ്റർജൻറ്റ് ലിക്വിഡ് അതുമേ ഒക്കെ ഓഫേഴ്സ് ഉണ്ടാവും. ഇത് ആശീർവാദ് ഗീ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈം കാണാൻ. ഈ ബിസ്ക്കറ്റ് ഇതുമേ ഈ ഡബ്ബ ഇതൊക്കെ ഇതുമേ ഓഫേഴ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട് ആ മേലെ ഇതില്ലേ. പിന്നെ 99 ഈ പാക്ക് കോംബോ മസാലപ്പൊടിൻ്റെ. പിന്നെ ജാമു, ഈ പൊടിയാലോ എപ്പോഴും മല്ലിപ്പൊടി അങ്ങനത്തെ ഉണ്ടാവില്ലേ, അപ്പം പൊടി പുട്ടുപൊടി ഇങ്ങനത്തെ ഇതുമേ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും. ഓഫർ എന്നാൽ അതെ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവുള്ളൂ. ഫെസ്റ്റിവൽ സമയത്ത് ക്രിസ്മസ് ഈദ് അങ്ങനെ ഉണ്ടാവില്ലേ, ഓണം അങ്ങനത്തെ സമയത്ത് കൂടുതലും ഓഫേഴ്സ് ഉണ്ടാവും. അങ്ങനെ ചപ്പാത്തി പൊടിയാൽ എല്ലാത്തുമേ ഓഫറുണ്ട്. ഓയില് പിന്നെ പാത്രങ്ങൾ എല്ലാതും ഉണ്ട്. ഫെസ്റ്റിവൽ സമയത്തിൽ പാത്രങ്ങളുമേ ഓഫേഴ്സ് ഉണ്ടാവും. ഉള്ളിലൊക്കെ കാണാൻ ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് ആ പാർക്കിൽ പോയി ഇരിക്കാനോ, പിന്നെ ഫുഡ് കോർട്ടിൽ ഇരുന്നിങ്ങാണ്ട് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനോ ഇതൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് നല്ല ഇതായ ഫീൽ വരും. ഈ 315 rupees ഓഫറിൽ. പിന്നെ ഈ ഫ്രൂട്ട്സ് എല്ലാതും ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റ് എന്നാലും എല്ലാതും ഉണ്ടാവില്ലേ, അപ്പോൾ എല്ലാതും ഉണ്ട്. ഫ്രൂട്ട്സ്, ആവക്കാഡോ ഇതൊക്കെ പാത്രങ്ങൾ. പിന്നെ
മഷ്റൂംസ് 42 അത്രേ. ഞാൻ വാങ്ങാൻ വിചാരിച്ച് വാങ്ങിയിട്ടില്ല. പക്ഷേ പിന്നെ മസാല സാധനം ഇങ്ങനത്തെ ബോക്സ് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. 229 അത്രേ മസാല സാധനങ്ങളെല്ലാം. അത് എനിക്കിഷ്ടപ്പെട്ടത്, പക്ഷെ വാങ്ങിയിട്ടില്ല. പിന്നെ ഈ എല്ലാത്തുമേ ഇങ്ങനത്തെ റാക്കിൽ വെച്ച സാധനങ്ങൾ എല്ലാത്തുമേ ജാംജൂം പ്രൈസ് 1 രൂപ 2 rupees അങ്ങനെ കുറവ്. ഡിസ്കൗണ്ട് MRP കോസ്റ്റ് തന്നെ, അതിൽ 2 rupees അങ്ങനെ കുറവ്. ആ സ്റ്റാളിൽ വെച്ചില്ലേ, അതാണ് കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ളത്. റൈസ് പല വിധത്തിലുള്ള പല റേറ്റിലുള്ള റൈസ് ഉണ്ട്. ഇതെപ്പോഴും ഈ ഹാൻഡ് വാഷ് അത് 2 bottles പാക്ക് 99 കൊണ്ടാവും എപ്പോഴും ഞാൻ കാണുന്നുണ്ട്. പിന്നെ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങി വന്നിട്ട് ശേഷം പിന്നെ ഞങ്ങൾ ഈ ഫുഡ് കോർട്ടിലൊക്കെ പോയി പാനിപൂരി കഴിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അവൽ മിൽക്ക് വാങ്ങി കഴിക്കണം. അവർ അവൽ മിൽക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഓർഡർ ചെയ്തിട്ട് ഞാൻ പാനിപൂരി കഴിക്കണം. അവരൊക്കെ ഞാൻ സെൽഫായി വീഡിയോ എടുക്കണം, കഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ. ഹസ്ബൻഡിന് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എടുക്കൂല, അവർ വേറൊരു ടൈപ്പ്. അങ്ങനെ ഒരാൾ വീഡിയോ എടുത്താൽ ഫോൺ എടുത്തുങ്ങാണ്ട് കയ്യിൽ ആൾക്കാർ എന്നെ കാണുമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇഷ്ടമില്ലത്രേ. അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നമ്മളങ്ങ് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പാനിപ്പൂരി കഴിച്ചതിന് ശേഷം അവൽ മിൽക്ക് കുടിച്ചവർ നെക്സ്റ്റ് 20 rupees ടിക്കറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ പാർക്കിൽ പോയി ഇരുന്നു. കുട്ടികൾ കളി കഴിഞ്ഞവരെ ഇനി വീട്ടിലേക്ക് വന്നിട്ട് ഈ സാധനങ്ങളാണ് ഞാൻ വാങ്ങി ജാംജൂമിൽ. ഇതൊന്നും ഗ്രോസറി ഒന്നും ഓഫറില്ല പറഞ്ഞില്ലേ. അപ്പം പൊടി ഈ പുട്ടുപൊടി അങ്ങനത്തെ അത് വാങ്ങിയിട്ടില്ല. ഓഫറുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടില്ല. ഓഫറില്ലാതെ സാധനങ്ങൾ വാങ്ങി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ കാജു വാങ്ങില്ല, അത് കുട്ടികൾക്ക് ഹസ്ബൻഡ് ഭർത്താവ് സ്പെഷ്യലായിട്ട് വാങ്ങി. പിന്നെ ബ്ലാക്ക് കിസ്മിസ്, ഇത് കുട്ടികൾ ഫേവറേറ്റ്, അതുകൊണ്ട് വാങ്ങി. അപ്പോൾ ഇത് കുട്ടികൾ സെലക്ട് ചെയ്തതിന് ഇത് ഹെയർ ബാൻഡ് ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വെറുതെ ആ കുട്ടികൾ ഒട്ടൊക്കെ സെലക്ട് ചെയ്ത ഇതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഡാഡി വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഈ 58 rupees ആ ഹെയർ ബാൻഡ്. 2 സെയിം പ്രൈസ്, ഒരേ മാതിരി. 2 കുട്ടികൾ ഏത് വാങ്ങിയാലും കൂടെ ഒരേ മാതിരി. ഇത് ഹസ്ബൻഡിക്ക് സോപ്പ് ഡവ്, പിന്നെ ഇത് എനിക്ക് സോപ്പ് സാൻഡിൽ. ആക്ച്വലി മൈസൂർ സാൻഡിൽ വാങ്ങും, പക്ഷേ ഇവിടെ കേരള സാൻഡിൽ ഈ KP നമ്പൂതിരി സാൻഡിൽ അതല്ലേ ഡിസ്കൗണ്ടിലുണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ അതാണ് വാങ്ങുന്നത്. പിന്നെ ക്ലിപ്സ് കുട്ടികൾ സെലക്ട് ചെയ്തു. അവരുടെ ഒരാളുടെ ഒരു അട്ട, ഒരാളുടെ വേറെ അട്ട, അങ്ങനെ 2 പേര് അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തു. പിന്നെ പേന് ചേർപ്പ് അത് എനിക്കല്ല, ഹസ്ബൻഡിക്ക്. പിന്നെ ഈ പേസ്റ്റ് ഞാൻ കോൾഗേറ്റ് പേസ്റ്റ് മാത്രം യൂസ് ചെയ്യും, സ്ട്രോങ് ടീത്തിൻ്റെ. ഇതുകൂടി കുട്ടികൾ സെലക്ട് ചെയ്ത് ആ ബ്ലാക്ക് ക്ലിപ്പ്. പിന്നെ ഇത് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങി, പക്ഷേ അത് വെറുതെ വേസ്റ്റായി. അത് കൂടുതൽ പീസസ് പോകുന്നു, അതുകൊണ്ട് പീൽ ചെയ്യുമ്പോൾ. ഈ കീ ചെയിനും കുട്ടികൾ അവർ ഇഷ്ടപ്പെട്ട് വാങ്ങിയത്, കുട്ടികൾ ഇഷ്ടത്തിൽ. ഇതുകൂടെ പെയിൻ ചേർപ്പ് ഹസ്ബൻഡിക്കാണത് അവർ സെലക്ട് ചെയ്ത്. ഇത് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങി. ഇത് ഞാൻ പൂവടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി. ഇതെങ്ങനെ ഉണ്ടോയെന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇത് വർക്കാവോ? 99 അല്ല 110 rupees. കുറച്ച് കുറവുണ്ട് കോസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി. ഇതാണ് എൻ്റെ ഷോപ്പിംഗ്. എങ്ങനെ ഉണ്ട് നോക്കണം.